ഇതാണ് സ്പെഷ്യൽ ഈസ്റ്റർ കുട്ടൻ ബിരിയാണി. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇന്ന് നമ്മൾ ഒരു പ്രത്യേക ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്, ഈസ്റ്ററിൽ. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ബിരിയാണിയാണ്. കുട്ടൻ, മുരിക്കുട്ടനാണ് ഇവിടെ ബിരിയാണി. കുട്ടൻ ബിരിയാണിയാണ്. ചിക്കൻ ബിരിയാണിയും അതുപോലെ ഡക്ക ബിരിയാണിയൊക്കെയാണ് സാധാരണ ഈസ്റ്ററിനുള്ളത്. അതൊന്നും മാറിയിട്ട് കുട്ടൻ ബിരിയാണി നമ്മളുണ്ടാക്കും. ഇത് ബീഫ് ബിരിയാണിയുടെയും മട്ടൻ ബിരിയാണിയുടെയും കുറച്ചൊക്കെ ഒരു ചിക്കൻ ബിരിയാണി മുമ്പ് ടേസ്റ്റുള്ള. നമ്മൾ അതിന് വേണ്ടിയിട്ട് ആദ്യം കുട്ടൻ ഇറച്ചി ഏകദേശം ഒരു 1/2 കിലോളം വിത്ത് ബോണാണ് നമ്മൾ പ്രഷർ കുക്കറിലേക്ക് ഇടുന്നു. കുറച്ച് സവോള, കുറച്ച് തക്കാളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 1-2 വെളുത്തുള്ളി, ഒരു 2 പച്ചമുളക്, ഒരു 1/4 ടീസ്പൂണോളം 1/4 സ്പൂണോളം ഉപ്പ്, 1/4 സ്പൂൺ മുതൽ 1/2 സ്പൂൺ വരെ മഞ്ഞൾപ്പൊടി. എൻ്റെ ഇവിടെ ഒരു 1/2 സ്പൂൺ ഇടുന്നുണ്ട് മഞ്ഞൾപ്പൊടി, ഒരു 2 സ്പൂൺ മല്ലിപ്പൊടി, ഒന്നര സ്പൂൺ മുളക് പൊടി. ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് ഉണ്ടാക്കുന്നത്. നല്ല സാധാരണ എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ 1 സ്പൂൺ മതിയാവും കേട്ടോ. ഒരു 2 സ്പൂൺ ബീഫ് മസാല. ബീഫ് മസാല ഇല്ലെങ്കിൽ ചിക്കൻ മസാലയും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. ഫിഷ് മസാല ഉപയോഗിക്കാതിരിക്കുക, ചിക്കൻ മസാല നിങ്ങൾക്ക് ഉപയോഗിക്കാം. 1 സ്പൂൺ കുരുമുളക്, 1 സ്പൂൺ ഗരം മസാല, ഒരു സ്പൂൺ നെയ്യ്, ഒരു വേപ്പില, ഇത്രയും സാധനങ്ങൾ ഇടാം. അതിനുശേഷം ഇതെല്ലാം കൂടി കൈ കൊണ്ട് നന്നായിട്ട് തിരുമ്മി യോജിപ്പിക്കുക. തിരുമുമ്പോൾ ശ്രദ്ധിക്കുക, ഈ കുട്ടൻ നമ്മളിട്ടുള്ള എല്ലോട് കൂടിയിട്ടുള്ള കഷ്ണങ്ങളാണ്. നിങ്ങൾ ബീഫൊക്കെ ചേർക്കുന്ന പോലെ നല്ല അമർത്തതാക്കി കഴിഞ്ഞാൽ ഈ എല്ല് കയ്യിലെ മുകളിൽ കുത്തി നടക്കും. അപ്പോൾ അതുകൊണ്ട് ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യുക. അതുപോലെ തന്നെ ഇത് ഭയങ്കര ടെൻഡർ ആയതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി വരാനുള്ള ഇത് കുറച്ച് കുറവായിരിക്കും. വെള്ളം ഉണ്ടാകും, പക്ഷെ കുറച്ച് കുറവായിരിക്കും. അപ്പം അതുകൊണ്ട് ഇത് കുക്ക് ചെയ്യുമ്പോൾ വെള്ളം ചേർക്കാൻ മറക്കാതിരിക്കും.
ഇത്രയുമായിട്ട് രണ്ടാമത് നന്നായി ഒന്ന് യോജിച്ചതിന് ശേഷം അതിനകത്തേക്ക് ഞാൻ 1 കപ്പ് വെള്ളം ഒഴിക്കും. 1 കപ്പ് പോരാ, നിങ്ങളിതിലേക്ക് 1.5 കപ്പോളം വെള്ളം ഒഴിക്കണം. ഏകദേശം ഇറച്ചിയുടെ ലെവലിൽ വെള്ളം വരണം. ഇനി കുക്കർ അടച്ചതിന് ശേഷം തീ കത്തിക്കും. ആദ്യത്തെ ഒരു വിസിൽ ഹൈ ഫ്ലെയിമിലും പിന്നീട് വരുന്നൊരു 4 വിസിൽ ലോ ഫ്ലെയിമിലും വരുത്തുക. അതോടെ ഈ കുട്ടൻ നന്നായി വെന്ത് കിട്ടും. നമ്മൾ അരി വേവിക്കാൻ പോവുകയാണ്. നമ്മുടെ ഇറച്ചി വേവിച്ച വെള്ളവും ഒരു ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്ന രീതിയിൽ നമ്മൾ ചേർക്കും. തീ കത്തിച്ചു. ഒരു 1/4 സ്പൂണോളം ഉപ്പ്, അര സ്പൂണോളം കുരുമുളക്, കുറച്ച് സവോള, ഒരു 2 കഷ്ണം തക്കാളി, ശേഷം ഇഞ്ചി, ഒരു 2 വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു പച്ചമുളക് വട്ടത്തിലരിഞ്ഞത് എന്നീ സാധനങ്ങളിലൊപ്പം അല്പം ഫ്രോസൺ ഗ്രീൻ പീസും ഒരു പകുതി ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് കൂടിയിട്ട് ഇട്ടിടും. ഇതൊക്കെ വെള്ളം തിളയ്ക്കുന്നതിന് മുൻപ് ചെയ്യേണ്ട കാര്യങ്ങളാണ് കേട്ടോ. ഇതിലേക്ക് കുറച്ച് മല്ലിയില, കുറച്ച് പുതിന ഇല, മിൻറ്റ്, ഇത് കൂടി ഇടുക. എന്നിട്ട് തിളയ്ക്കാനായിട്ട് കതുകും. നന്നായി തിളച്ച് വന്നു കഴിഞ്ഞാൽ അതിലേക്ക് അരി ഇട്ടു. ഈ അരി ഒരു 20 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുള്ള അരിയാണ്. കീമ റൈസ്. ഏകദേശം 2 ഗ്ലാസോളം അരിയുണ്ട്. നമ്മൾ ഏകദേശം ഇരട്ടി വെള്ളം, അതായത് 4 ഗ്ലാസോളം വെള്ളം നമ്മൾ ഇതിലെടുത്തിട്ടുണ്ട്. 4 ഗ്ലാസ് വേണമെന്നില്ല. 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം മതിയാവും. ഞാനിവിടെ കുറച്ച് വെള്ളം കൂടുതലെടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾ ഈ ഗ്രീൻ പീസും ക്യാരറ്റും ഒക്കെ വേവിക്കുന്നതിനോടൊപ്പം തന്നെ കോളിഫ്ലവർ കൂടി കുറച്ച് ഇടുകയാണെങ്കിൽ കറിക്ക് ഒന്നുകൂടി, കറിയല്ല, ബിരിയാണിക്ക് ഒന്നുകൂടി ഒരു ടേസ്റ്റ് വരും. അരി ഒന്ന് ഒപ്പത്തിനിടാം. ഇനി ഇത്
അടച്ചു വയ്ക്കും. അരി നന്നായിട്ട് വേവൊന്നും വേണ്ട, ഒരു പകുതി വേവായി കഴിഞ്ഞാൽ നമുക്കെടുക്കാം. അരി ഒരു മുക്കാൽ വേവായി കഴിഞ്ഞാൽ വെള്ളം കയറ്റി കുറച്ച് വെള്ളം കൂടി ബാക്കിയുള്ളൂ. ഇങ്ങനെയുള്ള അവസ്ഥയിലെത്തി കഴിഞ്ഞാൽ തീ ഓഫ് ചെയ്യുക. ഇതൊന്ന് ഊറ്റിയെടുക്കും. ഒരു ചട്ടി അടുപ്പത്ത് വയ്ക്കുക. അതിലേക്ക് ഒരു സ്പൂണ് നെയ്യ് ഇട്ട ശേഷം അതിലേക്ക് കഷ്ടി ഒരു 100 ഗ്രാമോളം അണ്ടിപ്പരിപ്പ്. ഞാനിവിടെ ഹൈ ക്വാളിറ്റി അണ്ടിപ്പരിപ്പൊന്നും എടുത്തിരുന്നത്, ഒരു നോർമൽ ക്വാളിറ്റി അണ്ടിപ്പരിപ്പാണ്. ഇട്ടൊന്ന് മുറയ്ക്കനുസരിച്ച് എടുക്കുക. ഒന്ന് വറുത്തെടുക്കുക. ഒരു പകുതി വറവായി കഴിഞ്ഞാൽ അതിലേക്ക് ഒരിടത്തിൽ വേപ്പില, അണ്ടിപ്പരിപ്പ് ചെറുതായിട്ട് ചുവന്ന് വരണം. ചുവന്ന് തുടങ്ങി കഴിഞ്ഞാൽ തീയൊന്ന് കുറയ്ക്കുക. ലോ ഫ്ലെയിമിലേക്ക് വെക്കുക. അത്ര തന്നെ അണ്ടിപ്പരിപ്പ് എത്രയാണോ എടുത്ത് അത്ര തന്നെ മുന്തിരി കൂടി, ഉണക്കമുന്തിരി കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കും. വെള്ള ഉണക്കമുന്തിരിയാണ് ബിരിയാണി ഇരിക്കുന്ന നല്ലത് കേട്ടോ. മുന്തിരി ഒന്ന് പൊളച്ചു വരും, അതുവരെ ഒന്ന് ഇളക്കി വരും. ഇത് മാറ്റി വയ്ക്കും. അതേ ചട്ടിയിലേക്ക് തന്നെ വീണ്ടും ഒരു സ്പൂണ് എണ്ണ ഒഴിച്ചതിന് ശേഷം ഒരു 10-12 കാടം, അത് ഉപ്പ്, മഞ്ഞൾ, മുളക് ഒക്കെ പുരട്ടി വെച്ചിട്ടുള്ളതാണ്. അതൊന്ന് വറുത്തെടുക്കും. ഒരു 2 മിനിറ്റ് ഇളക്കി കഴിഞ്ഞാൽ അത് വറുത്തെടുക്കും. അതിൻ്റെ പുറത്തെ ഭാഗം ഒന്ന് മുരിഞ്ഞാൽ മതി, അതിൽ കൂടുതലൊന്നും ചെയ്യില്ല. അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും വറുത്ത അതേ ഇടുമ്പോൾ അതിനൊരു പ്രത്യേക മണവും കാര്യങ്ങളും വരും. അതൊന്ന് വറുത്തതിന് ശേഷം ഇതും മാറ്റിയിരിക്കും. ഇനി ബിരിയാണി ഉണ്ടാക്കാനുള്ള ചട്ടി അടുപ്പത്ത് വയ്ക്കുക. തീ ഓൺ ചെയ്യുക. ചട്ടി ഒന്ന് ചൂടാവാൻ വയ്ക്കുക. ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു 1.5 സ്പൂൺ നെയ്യ്, നെയ്യ് ഒരുക്കി വരുമ്പോൾ അതിലേക്ക് ഒരു 3 വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, ഒരു 2 പച്ചമുളക് വട്ടത്തിൽ നിൽക്കിയത്, ഇത്രയും സാധനങ്ങൾ ഇട്ടുകൊടുക്കും. ജസ്റ്റ് ഒന്ന് ഇളക്കുക. അതിൽ നേരം ഒന്നും ഇളക്കണ്ട, ജസ്റ്റ് ഒന്ന് ഇളക്കുക. അതിലേക്ക് ഉരുള വേപ്പില, ഒരു 2 സവോള അരിഞ്ഞ, സവോള ഒന്ന് മൂത്ത് കിട്ടാനായിട്ട് ഒരു 1/2 സ്പൂണ്
ഉപ്പ് വേണം നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഒന്നാമത് ചേർക്കാം. സവോള നിറമൊന്നും മാറണ്ട, ഒന്ന് മൂത്ത് വന്നാൽ മതി. നന്നായിട്ടൊന്ന് ഇളക്കാം. സവോള മൂത്ത് അതിനെ മണമൊക്കെ വന്നു തുടങ്ങിയാൽ നിറം മാറുമൊന്നും വേണ്ട. നിറം മാറുന്നതിന് മുൻപത്തെ സ്റ്റേജ് അതിന് മണമുണ്ട്. ആ മണമൊക്കെ വന്നു കഴിഞ്ഞാൽ അതിലേക്ക് ഒരു 3/4 തക്കാളി, ഒരു തക്കാളി മുഴുവൻ ഇടുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. നന്നായി ഇളക്കുക. ഈ തക്കാളി ഒന്ന് ഉടഞ്ഞ് വരണം. ഇതൊന്ന് അടച്ചു വയ്ക്കും. തീ ഒന്ന് കുറയ്ക്കുക. ഒരു ഹൈ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം അത് അടച്ചു വയ്ക്കുക. അതൊന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് പൊടികളിടാം. പൊടികളിടുമ്പോൾ അതൊന്ന് ആദ്യം ഒന്ന് ഇളക്കുക. നേരത്തെ നമ്മൾ ഇറച്ചിയിൽ പൊടിയിലിട്ടുകൊണ്ട് ഇവിടെ അധികം പൊടികൾ വേണ്ട, ഇവിടെ കുറച്ച് മതി. ഒരു മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള പൊടികൾ മാത്രമാണ്. ഒരു 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി, 1/2 സ്പൂണ് ഗരം മസാല, ഒരു സ്പൂണ് ബീഫ് മസാല, ഒരു സ്പൂണ് മല്ലിപ്പൊടി. ഇത്രയും സാധനങ്ങളാണ് ഇതിൽ ഈ സമയത്ത് ചേർക്കേണ്ടത്. എന്നിട്ട് ഈ പൊടികളൊക്കെ ഒന്ന് മൂത്ത് വരണം. ഒരു 3-4 ഇളക്കുമ്പോഴേക്കും പൊടി മൂത്ത മണം വരും, നെയ്യൊക്കെ തെളിഞ്ഞു വരും. ആ ഒരു പൊസിഷനിൽ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ഇറച്ചി ഇതിനകത്തേക്ക് ഇട്ടുള്ളൂ. കുറച്ച് വെള്ളം കാണും. ആ വെള്ളത്തോടു കൂടി തന്നെ വേണം ഇടാൻ. കുറച്ച് വെള്ളം നമ്മൾ അരി വേവിക്കുന്ന സമയത്ത് എടുത്തിരുന്നു. ബാക്കിയുള്ള വെള്ളമാണ് ഇപ്പോൾ. മസാലയൊക്കെ ഇറച്ചിയിൽ ഓൾറെഡി നമ്മളിട്ട മസാലയും സാധനങ്ങളൊക്കെ ഉണ്ടാവും. ഇറച്ചി ഇട്ട് കഴിഞ്ഞാൽ അത് നന്നായിട്ട് ഇളക്കാം. സബോളയും തക്കാളിയും മസാലയൊക്കെ ഒന്ന് പടരാൻ വേണ്ടി നന്നായിട്ടൊന്ന് ഇളക്കാം. ഇളക്കി കഴിഞ്ഞാൽ 2 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കും. ഒരു 2 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് തുറക്കാം. ഇറച്ചിയിലേക്ക് അല്പം വെള്ളം, അധികം വെള്ളം വേണ്ട, ഒരു 1/4 കപ്പോളം വെള്ളം.
ആ വെള്ളം ഒന്ന് തിളയ്ക്കണം. അതിനായി വീണ്ടും അടച്ചു ഒരു മിനിറ്റ് അപ്പോഴേക്കും അത് തിളയ്ക്കും. വെള്ളം തിളയ്ക്കാൻ തുടങ്ങി. ഒന്ന് ഇളക്കുക. അതിലേക്ക് ഒരു 1/4 കപ്പോളം തൈര്, നല്ല കട്ടി തൈര്, ഒരു 1/4 കപ്പോളം തികച്ചും ഒഴിച്ചു കൊടുക്കും. നന്നായി ഇളക്കുക. ആ തൈര് അതിൽ ആ വെള്ളത്തിൽ അലിഞ്ഞ് ചേരണം. ഇറച്ചിയുടെ മുകളിൽ പിടിക്കാൻ വേണം. ഈ സമയത്ത് നമുക്ക് കറിയുടെ ഉപ്പ് നോക്കാം. അതാണ് ഈ തൈര് ഒഴിക്കുന്ന തൈര് നല്ല കട്ടിയുള്ള തൈരാണ്. അതുപോലെ തന്നെ അധികം പുളി ഉണ്ടാവും പാടില്ല. കൂടുതൽ പുളി വന്നു കഴിഞ്ഞാൽ ഇതിനകത്തൊരു സ്വാദം ഉണ്ടാവും. ഇതൊന്ന് തിളയ്ക്കാൻ ഒന്ന് അടച്ചു വയ്ക്കും. തൈരൊക്കെ തിളച്ചു. ഒന്നുകൂടി നമുക്ക് ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് ഒപ്പാക്കി പരത്തി ഇടാം. ഇനി ഇതിലേക്ക് നമുക്ക് ചോറിടാം. കുറച്ച് ചോറ് ആദ്യം ഇടും. കുറച്ച് ചോറിട്ട് അതൊന്ന് പരത്തിയിടുക. ഈ ഇറച്ചി മുഴുവൻ മൂടിപ്പോകുന്ന രീതിയിൽ അതൊന്ന് പരത്തിടുക. കുറച്ച് സ്ഥലം കൂടി ബാക്കിയുണ്ട്. അങ്ങനെ പരത്തിയിട്ട് കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ മൊരിയിച്ച് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ, വേപ്പില എന്നീ സാധനങ്ങളോടൊപ്പം മല്ലിയിലയും പുതിനയിലയും കൂടിയിട്ട് ഒരു ലെയർ ഇട്ട് കൊടുക്കുക. ആ ഒരു ലെയർ കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലേക്ക് ഒരു ലെയർ ഈത്തപ്പഴം മുറിച്ചത് ഇട്ടുള്ളൂ. നിങ്ങൾക്ക് ഈ ഈത്തപ്പഴത്തിന് പകരം പപ്പായ ഉപയോഗിക്കാമല്ലോ. കുറച്ച് ചെറി ഇതേപോലെ തന്നെ മുറിച്ചത് വിതറി കൊടുക്കും. നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മുട്ടയിൽ ഒരു 6 മുട്ട കൊടുക്കും. കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തു.
ഇത് ഗ്രേറ്റ് ചെയ്തിട്ട് ഇടുന്നതാണ് സ്വാദ്. ഗ്രേറ്റ് ചെയ്തിട്ടുണ്ടാകണം നിർബന്ധമൊന്നുമില്ല, പക്ഷേ സ്വാദ് ഗ്രേറ്റ് ചെയ്തിടുന്നതാണ് കേട്ടോ. വീണ്ടും അതിന് മുകളിലേക്ക് ബാക്കിയുള്ള ചോറ് ഇട്ട് കൊടുക്കും. ഈ കയ്യിലുകൊണ്ട് ഇടുമ്പോൾ ഉണ്ടാകുന്നൊരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കട്ടയായിട്ട് വരുന്ന ചോറ് ഉടച്ചിടാനുള്ള ഒരു സൗകര്യം കിട്ടുമെന്നുള്ളതാണ്. എന്നാൽ ഇതിൽ അവസാനം വരുന്ന ചോറ് കൈകൊണ്ട് തന്നെ ഇടുന്നതാണ് നല്ലത്. ഒന്ന് പരത്തിടുക. കൈ ഉപയോഗിച്ചോ നിങ്ങളുടെ കയ്യിൽ ഉപയോഗിച്ചോ ഒക്കെ നിങ്ങൾക്ക് പരത്തിടാം കേട്ടോ. അതൊന്നും ഒരു വിഷയമായിട്ടുള്ള കാര്യമല്ല. വീണ്ടും നേരത്തെ പോലെ തന്നെ അണ്ടിപ്പരിപ്പും മല്ലിയിലയും പുതിനയും നേരത്തെ ബാക്കിയുള്ള മുഴുവൻ ഇട്ട് കൊടുക്കുക. ഈത്തപ്പഴം ശരി. ഇതിന് പകരം ടൂട്ടി ഫ്രൂട്ടി എന്ന് പറഞ്ഞിട്ട് നമുക്ക് മേടിക്കാനായിട്ടും അതും ഉപയോഗിക്കാം കേട്ടോ. പപ്പായ ഉപയോഗിക്കാം. ഇതൊക്കെ നമുക്ക് ചെയ്യാം. ബാക്കിയുള്ള മുട്ട പൊരിച്ചിട്ടുള്ള നെയ്യും മസാല, ഇത്രയും സാധനങ്ങൾ ഇതിനകത്തേക്ക് ആക്കി കൊടുക്കും. ഒപ്പം ഒരു സ്പൂണ് നെയ്യ് കൂടി ഇതിന് മുകളിൽ ഒഴിച്ചു കൊടുക്കും. 1-2 സ്പൂൺ ഒഴിക്കാം. ഞാനിത് പല ഭാഗങ്ങളായിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നിർബന്ധമൊന്നുമില്ല കേട്ടോ. അടുക്കിൽ മാത്രം ഒഴിച്ചാലും കാര്യങ്ങളൊക്കെ ഓക്കെ ആയിട്ട് പോകും. ഇനി ഇതൊരു 20 മിനിറ്റ് നേരം അടച്ചു വയ്ക്കുക. അടപ്പിൻ്റെ മുകളിൽ എന്തെങ്കിലും ഒരു വെയിറ്റ് വയ്ക്കുക. ഞാനിവിടെ ഉള്ളി ചതയ്ക്കാൻ ഉപയോഗിക്കുന്ന ഒരലാണ് ഉപയോഗിക്കുന്നത്. അത് വെച്ചിട്ട് ഒരു 20 മിനിറ്റ് അനക്കാതെ വയ്ക്കും. ഒരു കറിപ്പൊടി ഇടാൻ മറന്നു, അത് കൂടി ഇട്ടിട്ടാവും. ബാക്കിയുള്ള ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് ഇതിന് മുകളിൽ വെക്കും. ഞാനത് വെതറാൻ മറന്നുപോയി. അത് അതിൻ്റെ മുകളിലിടുക, അടച്ചു വയ്ക്കുക. അതിന് മുകളിൽ വെയിറ്റ് വയ്ക്കുക. 20 മിനിറ്റ് നേരത്തേക്ക്